ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടിയും കൊണ്ടുള്ളൊരു സ്നാക്സാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ. അമൃതം പൊടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ കുഞ്ഞുമക്കൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ എടുത്താണ്. അതിന് വേണ്ടത് പുളിച്ച മാവ്, അതായത് തലേദിവസം നമ്മൾ അരച്ച് വെച്ച മാവുണ്ടായിരുന്നില്ല, ഇഡ്ഡലിയുടെയോ ദോശയുടെയോ മാവുകൾ, പിന്നെ ഒരു 2-3 ഏലക്കായ, പിന്നെ നമ്മുടെ അമൃതം പൊടി, പിന്നെ നമ്മുടെ ശർക്കര ലായനി. ഇത് മാത്രം മതി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ആദ്യം ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മുടെ അമൃതം പൊടി പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതുകൊണ്ട് ഒരു ശകലം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പക്ഷേ സംഭവം ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കായ് നമ്മൾ ചതച്ച് വെച്ചതില്ല, അല്ലെങ്കിൽ പൊടിച്ച് വെച്ചതാണെങ്കിൽ അത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ചുപ്പ്, നമ്മളൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശകലം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശർക്കര ലായനി നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് അതിമേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി ഒഴിക്കുക, അല്ലെങ്കിൽ തണുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈവച്ച് നോക്കുമ്പോൾ പൊള്ളാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കണേ. മിക്സൊക്കെ ചെയ്തുമ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ആവാണ്ട് ഒരു കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഉരുണ്ടയാക്കുമ്പോൾ, അതായത് ബോളാക്കണ സമയത്ത് ബോൾ പോലെ ആവാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള കട്ടിക്ക് വേണം നമ്മളാക്കി കൊടുക്കാൻ കേട്ടോ. ഞാൻ കുഞ്ഞു ആക്കിയെടുക്കുക ചെയ്തത്. ആദ്യം ഞാൻ ബോൾസൊക്കെ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇഷ്ടത്തിൽ നമ്മൾ ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ല മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അത് ഒഴിച്ചു കൊടുക്കുക. അത് അത്യാവശ്യം ഒരു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഈ മാവുണ്ടല്ലോ, ഈ ബോൾസ് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുക്കിയെടുക്കുക. ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഇതാക്കിയത് കേട്ടോ. ഇങ്ങനെ 2-3 ബോൾസുകൾ ഇങ്ങനെ കുറേ എണ്ണ അതിനകത്തേക്ക് ഇട്ട് അതിന് നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അതിനേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം, മേലേക്കൊന്നും തെറിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി സ്നാക്സ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ അമൃതം പൊടി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ കഴിക്കുമായിരിക്കാം. നമുക്ക് വലിയ ആൾക്കാർക്കും ഒരു സ്നാക്സായിട്ട് നമുക്കൊരു സ്വീറ്റ്സൊക്കെ കഴിക്കണം തോന്നുവാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണിത് കേട്ടോ. ഇങ്ങനെ ബോൾസൊക്കെ ഈ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ അങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ആ സമയത്ത് നമുക്കത് മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുകയും വേണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു.